റിമോട്ട് RF BLDC വോൾ ഫാനാണ്. ഇതാണ് കേസ് വരുന്നത്. ഹെവി പ്ലാസ്റ്റിക് കേസാണ് വരുന്നത്. ഇതിൽ RFൻ്റെ റിമോട്ട് ആൻസെറ്റ്. ഇതാണ് കൺട്രോൾ പാനൽ വരുന്നത്. മാനുവലായിട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. സ്പീഡ് അപ്പ് ചെയ്യാൻ അതുപോലെ സ്പീഡ് ഡൗൺ ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വർക്കിങ്ങിൻ്റെ ഇത് കാണിച്ചാൽ ഇതിൽ പിന്നെ വർക്ക് ചെയ്യുമ്പോൾ ബാക്ക് ഗ്രില്ല് മസ്റ്റായിട്ടും ഫിറ്റ് ചെയ്യണം. ഫ്രണ്ട് ഗ്രില്ല് ഫിറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. എന്നുവെച്ചാൽ ഇത് പിന്നെ വെയ്റ്റ്ലെസ് മോട്ടർ ആയതുകൊണ്ട് ഓസിലേഷൻ്റെ സമയത്ത് എന്തായാലും ബാലൻസ് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ബാക്ക് ഗ്രില്ല് മസ്റ്റായിട്ടും ഫിറ്റിംഗ് വേണം. ലീഫ് വരുന്ന ABSൻ്റെ ഹെവി ബനാന ലീഫാണ് വരുന്നത്. ഈ ടൈപ്പാണ് വരുന്നത്. ഇത് ഗ്രില്ല് ഫിറ്റ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ പിന്നെ RF റിമോട്ട് വരുന്നത്. ഫസ്റ്റ് റിമോട്ട് സെറ്റ് ചെയ്യണം. ഇതിൽ റിമോട്ട് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ റിമോട്ടിൽ ഓഫ് ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് പവർ ബട്ടൺ നിൽക്കുക. അപ്പോൾ അതിൽ ബിപ്പ് ബിപ്പ് എന്ന് 3 സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ റിമോട്ട് ഇതിൽ സെറ്റായി പെയറായി. റിമോട്ട് പെയറായി കഴിഞ്ഞാൽ ഇനി ഇതിൽ ഓക്കെ ഫസ്റ്റ് സ്പീഡ് ഫസ്റ്റ് ഓൺ ചെയ്യുക. ശേഷം ഫസ്റ്റ് സ്പീഡ് ഓരോ സ്പീഡിലെ വാട്ട്സ് നോക്കാം. ഫസ്റ്റ് സ്പീഡിൽ അറൗണ്ട് 1.9 അറൗണ്ട് 2 വാട്ട്സ് ഫസ്റ്റ് സ്പീഡിൽ വരിക. ഓസിലേഷൻ ഓൺ ചെയ്യുകയാണെങ്കിൽ സ്വിങ് ബട്ടൺ ഉണ്ട്. അറൗണ്ട് 2 വാട്ട്സ് എക്സ്ട്രാ ആഡ് ആവും. അറൗണ്ട് 4 വാട്ട്സ് വരെ ഓസിലേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 3.4 വാട്ട്സ്. സെക്കൻഡ് സ്പീഡിൽ വരിക. സെക്കൻഡ് സ്പീഡിൽ വരുന്ന അറൗണ്ട് 4.2 വാട്ട് സെക്കൻഡ് സ്പീഡ് വരുന്നത്. തേർഡ് സ്പീഡിൽ വരുന്നത് 8.9 വാട്ട്സിൻ്റെ അറൗണ്ട് തേർഡ് സ്പീഡിൽ. ഫോർത്ത് സ്പീഡിൽ വരുന്നത് 17 വാട്ട്സ്. 17 വാട്ട്സ് വരുന്നത്. ഫിഫ്ത്ത് സ്പീഡാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത്. അത്യാവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഇതിൽ ഓസിലേഷൻ ഓൺ ചെയ്യുകയാണെങ്കിൽ പ്ലസ് 2 വാട്ട്സും കൂടി അഡീഷണൽ ആഡ് ചെയ്യും. ഓസിലേഷൻ 33 വാട്ട്സാണ് 34 വാട്ട്സാണ് മാക്സിമം വരിക. ഈ സെയിം ഓപ്ഷൻ തന്നെ ഇതിൽ മാനുവലായിട്ട് ഉപയോഗിക്കും. ഇവിടെ പ്രീസെറ്റ് ഉണ്ട്. ഈ പ്രീസെറ്റിൽ റിമോട്ട് ഇല്ലാന്നുണ്ടെങ്കിലും മാനുവലായിട്ട് എന്തായാലും പ്രീസെറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. സ്പീഡ് അപ്പ് ചെയ്യണമെങ്കിൽ അപ്പ് ചെയ്യുക, റൈറ്റോട്ട് ചെയ്താൽ അപ്പ് ചെയ്യുക, ലെഫ്റ്റോട്ടാണെങ്കിൽ ഡൗൺ ചെയ്യുക. ഇനിയിപ്പോൾ ഫാന് ഈ പ്രീസെറ്റിൽ ഏത് സ്പീഡാണോ ഡിഫോൾട്ട് സെറ്റ് ആയിട്ടുള്ളത് ആ സ്പീഡിലായിരിക്കും പവർ ഓഫ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ആവുക. എന്ന് വെച്ചാൽ ഫാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയിട്ട് രണ്ടാമത് കറണ്ട് വന്നു കഴിഞ്ഞാൽ പ്രീസെറ്റിൽ ഏത് സ്പീഡാണോ അതിലാണ് ഡിഫോൾട്ട് ഫാൻ വർക്ക് ആവുക. റിമോട്ടിലുള്ള സ്പീഡിലല്ല വർക്കിംഗ് വരാം. ഈ റിമോട്ട് ഇല്ലാന്നുണ്ടെങ്കിലും പ്രീസെറ്റിലും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓസിലേഷൻ ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ റിമോട്ട് വേണം.